ഗൗതം, ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശശി തരൂർ ഉയർത്തിവിട്ടിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയും ഇതുപോലെ തന്നെ ജൻസികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷെ ഫലപ്രദമായി അതിനെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു വിമർശനം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയരുമ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നു BJP സുഖിപ്പിക്കുന്ന വർത്തമാനം പറയരുതെന്ന്. ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ശശി തരൂർ എന്ന് പറയുന്ന ആളുടെ ഒരുപാട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ പല ചേരിതിരിവുകൾക്കും അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ കെ സി വേണുഗോപാൽ രംഗത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തരൂര് ചിലപ്പം ചില കാര്യങ്ങൾ മറന്നുപോകും. താനൊരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള കാര്യം തരൂർ അടക്കം മറന്നുപോയിട്ട് ചില സത്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു പറയാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചിലപ്പം BJPയെ സുഖിപ്പിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലപാടുകൾ തരൂരിൻ്റെ ഭാഗത്തു നിന്ന് രൂപപ്പെടാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതി മുംബൈയിൽ ഇന്ത്യാസ് ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അവരുടെ 15ാമത് ആനിവേഴ്സറിയിൽ തരൂർ പങ്കെടുത്തിട്ടുണ്ടായി. ആ വേദിയിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുത്തിട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടും വിവാദം നിലനിൽക്കുന്നുണ്ട്. RSS മോഹൻ ഭാഗവത് ഒക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ എന്തിന് തരൂർ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വേദിയിൽ ഇന്റർവ്യൂവർ തരൂരിനോട് ചോദിച്ചത് രാഹുൽ ഗാന്ധിയും ഇതേപോലെ ജൻസികളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ, ആ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത് ഛത്രോം കി ഗൂജ് എന്നാണ്. അതായത് വിദ്യാർത്ഥികളുടെ പ്രതിധ്വനികൾ, വോയിസ് ഓഫ് ദ യൂത്ത് എന്നുള്ള ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് ഈ CJP ജന്തർ മന്ദിറിൽ ഡൽഹിയിൽ ജൂൺ 20-ാം തീയതിയാണ് അവരുടെ പ്രതിഷേധം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിന് 3 ദിവസം മുമ്പ് തന്നെ ഈ പരിപാടി രാജസ്ഥാനിലെ കോട്ടയിൽ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുണ്ടായി. അതിപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ട രീതിയിൽ ആളുകളെ സ്വീകരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള വിജയം അതായില്ല. പക്ഷേ CJPയുടെ പ്രതിഷേധം വലിയ രീതിയിൽ വിജയിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരായ്മയല്ലേ എന്നുള്ളതാണ് ഇന്റർവ്യൂവർ ചോദിച്ചത്. അപ്പോൾ തരൂർ പറഞ്ഞു അത് ശരിയാണ്, അതൊരു വലിയ രീതിയിലുള്ള പോരായ്മയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് നമുക്ക് തോൽക്കുന്നത്. ഈ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനെ പക്ഷേ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അത് കോൺഗ്രസിന് BJPക്ക് അനുകൂലമായിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പല മാധ്യമപ്രവർത്തകരും നടത്തുന്നുണ്ട്. എന്നാൽ അത് അടിസ്ഥാന വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ തരൂർ പറഞ്ഞത് ഇതാണ്: ഓൾ ഓപ്പോസിഷൻ പാർട്ടീസ് ഹാവ് ടു ബി കോൺഷ്യസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ഡിഡ്ന്റ് പ്രൊവൈഡ് എ റൂട്ട് ഇൻ ടു അവർ പൊളിറ്റിക്സ് ഫോർ ദ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹു ആർ അറ്റ് ജന്തർ മന്ദിർ. ദ എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടീസ് വിൽ cease to be relevant unless they can listen to the new voices that they haven't heard so far. ഇതാണ് എക്സാക്ട്ലി തരൂർ പറഞ്ഞ വാക്കുകൾ. ഇതിലെവിടെയും BJPയുടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില സത്യാവസ്ഥകൾ തരൂര് തുറന്നു പറഞ്ഞു. ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോയിസ് ഓഫ് യൂത്ത് എന്ന് പറയുന്ന സാധനം ഡെലിവറി ചെയ്യേണ്ട രീതിയിൽ ഡെലിവറി ചെയ്തില്ല. പക്ഷേ ഈ പോരായ്മകൾ തിരിച്ചറിയുന്നത് നല്ല കാര്യം തന്നെയാണ്. അതെ, അതാണ് പറഞ്ഞത്. തരൂർ ഇടയ്ക്ക് ചില സത്യങ്ങൾ തുറന്നു പറയും. ഒരു രാഷ്ട്രീയക്കാരൻ പല സത്യങ്ങളും തുറന്നു പറയും. വരുന്ന വിവാദം എന്ന് പറയുന്നത് തരൂർ BJPയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ ഹെഡ്ലൈനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാലോ, ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടിട്ട് തരൂർ എടുത്ത പല നിലപാടുകളും. ഇപ്പം ഡെലിഗേഷൻ, കേന്ദ്ര സർക്കാർ അടച്ച ഡെലിഗേഷനിൽ, പല രാജ്യങ്ങളിൽ അയച്ച ഡെലിഗേഷനിൽ തരൂരുണ്ടായിരുന്നു അതിനെ നയിക്കാനായിട്ട്. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ കേരളത്തിൽ പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് ഒരു കാലത്ത് തരൂർ സ്വീകരിച്ചിട്ടുണ്ടായി. സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാരിന് സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് തരൂർ എന്ന കാര്യം നമുക്കറിയാം. അത് തന്നെയാണ് തരൂരിൻ്റെ പ്രത്യേകത. പാർട്ടി ലൈൻ അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പിൻ്റെ പല നിലപാടുകൾക്കും വിരുദ്ധമായിട്ട് നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. ആ വ്യത്യസ്തത തന്നെയാണ് തരൂരിനെ നിലനിർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിൽ തന്നെ തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. കെ സി വേണുഗോപാൽ ഒരിക്കലും ഇത് പറയാൻ പാടില്ലായിരുന്നു. ഈ വേദിയിൽ തന്നെ തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്കിങ്ങനെയുള്ള എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയാൻ സാധിക്കുന്നത് ഞാൻ കോൺഗ്രസ്സിലായതുകൊണ്ട് മാത്രമാണ്. ഇന്ത്യയിൽ ഇത്രമാത്രം ഡെമോക്രസി, അതായത് ജനാധിപത്യം അനുവദിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. ഞാൻ മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നുവെങ്കിൽ, അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള നിലപാട് പറഞ്ഞിരുന്നതെങ്കിൽ എന്നോ ഞാൻ പുറത്തായേനെ. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ്സിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് കോൺഗ്രസ് ആയതുകൊണ്ടാണെന്ന് പോലും ആ വേദിയിൽ തരൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തരൂർ ചില സത്യങ്ങൾ ഇടയ്ക്ക് പുറത്തു പറയും. അത് നമ്മുടെ നാട്ടിലെ സാധാരണ പൊളിറ്റീഷ്യൻസിന് ചേർന്ന രീതിയിലുള്ള സ്വഭാവമല്ല. രീതിയിലൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു BJPയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിന് പറയാൻ പറ്റുന്നത്. അതായത് അദ്ദേഹം പക്ക രാഷ്ട്രീയക്കാരനാണ്. അല്ല, BJPയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ അകത്ത് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ തരൂർ പറയുന്ന ഒരു കാര്യമുണ്ട്: വി നീഡ് ടു ആസ്ക് അവർ സെൽഫ് വാട്ട് ഡിഡ് വി ഫെയിൽ ടു ഡു. തരൂരിന്റെ വാക്കുകളാണ്. ഡിഡ് വി ഫെയിൽ ടു ലിസൺ? വാസ് അവർ ഫിംഗർ മിസ്സിംഗ് ഫ്രം ദ പൾസ് ഓഫ് ദ ജൻസി?
CJP എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെൻറ്റ് രൂപപ്പെട്ടത് വെറും 3 മാസമേ എടുത്തിട്ടുള്ളൂ അവർക്ക് രൂപപ്പെടാനായിട്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ കാലമായിട്ട് BJPയെ താഴ്ത്തിറക്കാനും പ്രധാനമന്ത്രിയാകാനും അദ്ദേഹം നടക്കുകയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത് മുമ്പോട്ട് വെക്കാൻ പറ്റിയില്ല. അവിടെ ഒരു അഭിജിത് ദീപ്കെ വേണ്ടി വന്നു, അവിടെ ഒരു സോനം വാങ്ചുങ് വേണ്ടി വന്നു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല? സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പം BJP ഉയർത്തുന്ന ഒരു വാദമാണിത്. ഇത് തരൂർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തോറ്റിരിക്കുന്നത് എന്നാണ് തരൂർ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ജൻസിയെ കേൾക്കാൻ രാഹുൽ ഗാന്ധിക്കും പറ്റിയില്ല, BJPക്കും നരേന്ദ്രമോദിക്കും മാത്രമല്ല ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്കും പറ്റിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നോക്കിക്കാണുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുള്ളതാണ്. അതൊരു സത്യാവസ്ഥയാണ്. ഇപ്പം ഏതാണ്ട് 1 മാസത്തിൽ അധികമാണ് രാഹുൽ ഗാന്ധി യൂറോപ്പ് ട്രിപ്പ് നടത്തിയിരുന്നത്. 1 മാസം രാജ്യം കത്തുമ്പോൾ എന്ന് പറയുമ്പോൾ രാമൻ്റെ അയോധ്യയിൽ നിന്ന് കുറേ സംഭാവനയൊക്കെ ആളുകൾ കൊള്ളയടിച്ചു കൊണ്ടുപോയപ്പോൾ ഉച്ചത്തിൽ പ്രതികരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ആ വിഷയം ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ആ വിഷയം ആരും ഏറ്റെടുക്കുന്നില്ല. കോൺഗ്രസ് ആണ് അത് ഏറ്റെടുക്കേണ്ടത്, രാഹുൽ ഗാന്ധിയാണ് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല, മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. അദ്ദേഹം യൂറോപ്പിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പോരായ്മകൾ രാജ്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ചരിത്രകാരനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹ ഇതിനിടയിൽ വയറെന്ന് പറയുന്ന ഒരു പോർട്ടലിന് കരൺ താപ്പറിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എഴുതിയതാണ്. ഞാനൊരു വലിയ BJP എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ കുറേ അധികം സുഹൃത്തുക്കളും വലിയ ആൻറ്റി BJP ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് പോലും മോദിയിൽ വിശ്വാസമുണ്ട്. എത്രയൊക്കെ എതിർത്താലും മോദിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ രാഹുലിൽ വിശ്വാസമില്ല. അയാളിൽ ഡിസിപ്ലിൻ ഇല്ല, അയാളിൽ പാഷൻ ഇല്ല, രാഷ്ട്രീയത്തോടൊരു പാഷൻ ഇല്ല. ചിലപ്പോൾ അയാളെ കാണാതാവും രാജ്യത്ത് നിന്ന്, വേറെ എവിടെയെങ്കിലും പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ബീറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പറ്റുക? എനിക്കൊരിക്കലും തോന്നുന്നില്ല രാഹുലിന് പ്രധാനമന്ത്രിയാകാൻ പറ്റും. ഇങ്ങനെയാണ് രാമചന്ദ്ര ഗുഹയെ പോലുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും പറയുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ രാഹുലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള പ്രധാനമന്ത്രി പദം അലങ്കരിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് പട്ടായയിൽ വിസിറ്റ് ചെയ്യുകയും യൂറോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുകയും കുറച്ചു കാലം കാണാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BJPയും മോദിയും സംഘപരിവാറൊക്കെ രാഹുൽ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പൂജാമുറിയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം നിത്യാരാധനയ്ക്കായിട്ട് വച്ചിട്ടുണ്ടെന്നാണ് ട്രോളന്മാർ പറയുന്നൊരു കാര്യം. കാരണം ഇദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ട്രോളന്മാർ പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. കുറെ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മൂലം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ അഭിജിത് ദീപ്കെ CJPയുടെ ചീഫായിട്ടുള്ള അഭിജിത് ദീപ്കെ 2025 എക്സിൽ ട്വീറ്റ് ചെയ്ത ഒരു കുറിപ്പ് കുറേയധികം ആളുകൾ കുത്തിപ്പൊക്കിയിട്ടിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി ഗ്രീസിൽ ബാറ്റ്സ്മാനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം BJPയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ CJP പ്രതിഷേധത്തിൻ്റെ മുന്നിലുള്ള പോരാളിയായിട്ടുള്ള അഭിജിത് ഗിപ്കെ 2025 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം കുറേയധികം ആളുകൾ തിരിച്ചറിയുന്നു. യുണൈറ്റഡ് നേഷൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലൊക്കെ ആയിട്ട് പ്രവർത്തിച്ച തരൂര്, തിരുവനന്തപുരത്തെ MP, വിശ്വപൗരനും ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു. ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ നാട്ടിലെ ഒരു സാധാരണ രീതിയിലുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് മാത്രമല്ല തരൂര് ചിന്തിക്കുന്നത്, അതിനപ്പുറത്ത് നിന്ന് ചിന്തിക്കാൻ തരൂരിന് സാധിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില സത്യങ്ങളും അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ പറ്റുന്നത്. സത്യങ്ങൾ പറയട്ടെ, BJPയെയാണോ ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇതിൽ KC വേണുഗോപാൽ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാർക്ക് ഒരു വല്ലാത്ത സുഖമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സത്യം പറയാൻ പാടില്ല എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. സത്യം മാത്രം പറയട്ടെ. അതെ, അദ്ദേഹം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്, അതിൽ വസ്തുതയുണ്ട്. അതായത് കോൺഗ്രസിന്റെ കാലത്ത് പേപ്പർ ലീക്ക് ഉണ്ടായിട്ടില്ലേ? BJPയുടെ കാലത്ത് മാത്രമാണോ പേപ്പർ ലീക്ക് ഉണ്ടായത്? നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടല്ലോ. നീറ്റിൻ്റെ മാത്രമല്ല, വിവിധ എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളിൽ ചോർന്നിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ നിരവധി തവണ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ പോലും, ഒരു മന്ത്രി പോലും രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആരും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സാം സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് കാലങ്ങളായിട്ട് നിരവധി ക്രൈമുകളും കറപ്ഷനും ഇതിനായിട്ടൊരു ക്രൈം നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുക, ആ ക്രൈം നെറ്റിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി ഒരു ശുദ്ധീകരണം നടത്തണമെന്ന് ഇപ്പോൾ CJP മാത്രമല്ല, CJP ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട്
RSS പോലും പറയുന്നു. ഇപ്പോൾ RSSന്റെ മോഹൻ ഭാഗവത്, സർസംഘ് ജാഗൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഒരു വേദിയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ജൻസി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കേണ്ടതാണ്. രാജ്യത്തെ എല്ലാ പ്രക്ഷോഭങ്ങളും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭങ്ങളല്ല. യുവാക്കളെ ഞങ്ങൾ കേൾക്കണം എന്ന് പറയുന്നൊരു സംഗതിയാണ് അദ്ദേഹം പോലും മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ മോഹൻ പ്രവർത്തിക്കാൻ ഭാഗവത് പറ്റൂ. പറഞ്ഞു എന്ന് പറയുന്ന ഈ വിഷ്വല് ഈ ജൻസി പ്രക്ഷോഭം നടന്നതിന് അല്ല, ശേഷം മോഹൻ ഭാഗവത് പറഞ്ഞത് തരൂര് പങ്കെടുത്ത ഈ വേദി ഉണ്ടല്ലോ, ഇതേ വേദിയിൽ BJP പ്രൊട്ടസ്റ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണോ? അതെ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 7 തരൂര് പങ്കെടുത്ത ഇതേ പരിപാടിയിൽ മോഹൻ ഭാഗവത് പങ്കെടുത്തിട്ടുണ്ടായി. സെയിം ആളാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത്. അതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായമയാണോന്ന് അല്ല, അറിയില്ല. അത് പറഞ്ഞിട്ടുണ്ട് നാളുകൾക്ക് അദ്ദേഹം. മുന്നേ ഉള്ളൊരു കാര്യം. അതെ, അദ്ദേഹം കൃത്യം അത് തന്നെയാണ്. ഇപ്പൊ ഐശ്വര്യക്ക് പോലും അതിശയം തോന്നി, എങ്ങനെ മോഹൻ ഭാഗവതിന് പറയാൻ പറ്റുമെന്നുള്ളേ. അതിന്റെ ഫാക്ട് ചെക്കിലേക്ക് പോയിട്ട് ഫാക്ട് ചെക്ക് അല്ല, അത് കൃത്യമാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇതിനോടകം ഇന്റർനെറ്റിലൊക്കെ അത് വൈറലാണ്. എന്റെ അപ്പൊ അറിവിൽ അത് കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. അല്ലല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് മോഹൻ ഭാഗവത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ യുവാക്കൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വലിയൊരു സമ്പത്താണ്. നമ്മുടെ രാജ്യത്തിലെ 65 ജനസംഖ്യയിൽ 65% വരുന്ന ആളുകൾ 35 വയസ്സിന് താഴെയാണ്. അപ്പം ഈ രാജ്യത്തിൻ്റെ മേജർ ചങ്ക് എന്ന് പറയുന്നത് യുവാക്കളാണ്. അവരെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഈ രാജ്യസ്നേഹികളായിട്ടുള്ള ഒരാൾക്കും സാധിക്കില്ല എന്നാണ് തരൂരിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തരൂര് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ യുവാക്കളുടെ വാക്കുകൾ കേൾക്കാതെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പാർട്ടികൾ ഇല്ലാതാകും. 2029 ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ യുവാക്കളായിരിക്കും. അതുകൊണ്ട് അവരെ കേട്ടേ പറ്റുള്ളൂ. അവരെ കേൾക്കാൻ പരമ്പരാഗത പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ്. അതിനെ മനസ്സിലാക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല.